പക്ഷേ മരണശേഷം ടി വാസുദേവൻ നായർ ക്രൂരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വിമർശിക്കപ്പെടുകയാണ്. വല്ലാത്ത രീതിയിലുള്ളൊരു അധിക്ഷേപം അദ്ദേഹത്തിന് നേരെ പല ആളുകളും ചൊരിയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഇത്രയധികം വിമർശനം നേരിട്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ നമ്മളെ ചുള്ളിക്കാട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു പ്രതികരണമായിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അതിൽ ഏതാനും ചില വരികൾ ഞാനൊന്ന് വായിക്കാം. അസൂയ കൊണ്ടോ അപവാദം കൊണ്ടോ പരദൂഷണം കൊണ്ടോ തെറിവിളി കൊണ്ടോ ഒന്നും ടി വാസുദേവൻ നായരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെന്നും ആ മനുഷ്യൻ വകവെച്ചില്ല, പിന്നെയല്ലേ മരണശേഷം. ബാലേന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ വാചകങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ടി വാസുദേവൻ നായരെ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ട് നടത്തിയ ഒരു നിരീക്ഷണമാണ്. ബാലേന്ദ്രൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എൻ്റെ കവിതകൾ വായിച്ചാൽ മതി. കേരള സർവകലാശാലയോടും കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളോടും ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ് മേലാൽ എൻ്റെ കവിത സർവകലാശാലകളിൽ പഠിപ്പിക്കാൻ പാടില്ല. കാരണം അക്ഷരം അറിയാൻ പാടില്ലാത്ത അധ്യാപകരും അക്ഷരം അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കുട്ടികളുമാണ് അവിടെ ഇരുന്നത് പഠിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കവിത പഠിപ്പിക്കേണ്ട എന്ന് പറയാനായിട്ടുള്ള കരുത്ത് കാണിച്ച ഒരാളാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ചെറുപ്പമായിരുന്ന സമയത്ത് തന്നെ വലിയ ഒരു പുരസ്കാരം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ പുരസ്കാരം കൊണ്ട് അംഗീകരിക്കേണ്ട എന്നാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം ബാലേന്ദ്രൻ ഇപ്പോൾ ടി പറഞ്ഞ പോലെ തന്നെയാണ്. ജീവിച്ചിരുന്നപ്പോൾ ടി നിങ്ങളെ ആരെയും അംഗീകരിച്ചിട്ടില്ല, നിങ്ങളെ അവഗണിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം എത്രമാത്രം പാടുപെട്ടാണ് ഒന്ന് പുഞ്ചിരിക്കണമെന്നുള്ളതായിരുന്നു നോക്കാൻ. എന്നുവെച്ചാൽ ഈ സമൂഹത്തെ അവഗണിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് ഈ സോഷ്യൽ മീഡിയയുടെ ബാലേന്ദ്രൻ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നെയാണ് മരണശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നമുക്കുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ വിഷമവും വിങ്ങലുമൊക്കെ ടിയെ തെറി വിളിച്ച് പൂർത്തിയാക്കാം. അതൊരു തരം ഈ നമ്മുടെ പ്രഷർ കുക്കറിലെ വിസിൽ പോലെയാണ്. പ്രഷർ അമിതമായി കഴിയുമ്പോൾ ആ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചൂളം വിളിയായി പുറത്തേക്ക് വരും. ഞാൻ ഇതിനിടയിൽ എവിടെയോ കേട്ടൊരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്ക് ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുണ്ടാവും, ടി വലിയ വലിയ കഴിവുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരിക്കും, പക്ഷേ അൾട്ടിമേറ്റ്ലി ടി ഒരു ഹിന്ദു വിരുദ്ധനാണ്, അതുകൊണ്ട് ഞാൻ ടി അംഗീകരിക്കില്ല. അങ്ങനെ ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ഹിന്ദുത്വം ഹൃദയത്തിൽ കയറ്റി നടക്കുന്നതായിട്ടുള്ള ആളുകൾ ആണ് ടി ഹിന്ദു വിരുദ്ധനാണെന്ന്. മുസ്ലിങ്ങൾ, പല തീവ്രവാദി മുസ്ലിങ്ങൾ ഹിന്ദുവിനെതിരെ ടിക്കെതിരെ എന്ത് ശക്തമായിട്ടുള്ള രീതിയിലാണ് പ്രചരണം. ഇയാളൊരു വിശുദ്ധ പശുവാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് തീവ്രവാദ മുസ്ലിങ്ങളാണ്. അപ്പോൾ തീവ്രവാദ മുസ്ലിങ്ങളും തീവ്രവാദ ഹിന്ദുക്കളും ടി എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവരുടെ പ്രത്യയശാസ്ത്രത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറില്ലാത്തൊരു മനുഷ്യനായിരുന്നു ടി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ടി ഒരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷമല്ലേ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനത്തെ ഒരു പ്രസംഗമാണെന്ന് തോന്നുന്നു എനിക്ക്. മുഖ്യമന്ത്രി ഇരുത്തി പറഞ്ഞത്, അധികാരത്തെ ധാർഷ്ട്യമായിട്ട് മാറ്റുകയും അധികാരത്തെ പൂജിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള മനുഷ്യർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വാളെടുക്കലായിരുന്നു ശരിക്കും. എന്നുവെച്ചാൽ ഏത് അധികാരിയും അയാളെ മുന്നിലിരുത്തി തന്നെ വെല്ലുവിളിക്കാനായിട്ട് കഴിവുണ്ട് എന്ന് ടി തെളിയിച്ച തെളിയിച്ചു അല്ലേ? അത് വലിയ സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പല പ്രമുഖർക്കും സാധിക്കാറില്ല. അഹംബോധത്തിൽ നിന്ന് പരംബോധത്തിലേക്ക് ഉയരുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്. അതെ, അതിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധികാരത്തെ പൂജിച്ച് നടക്കുന്നതായിട്ടുള്ള ആളുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിയല്ല എന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇത് പിണറായി വിജയൻ്റെ നേരെയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പിണറായി നീ വൃത്തികെട്ട ഭരണാധികാരിയാണ് എന്ന് നേരിട്ട് വിളിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ വ്യക്തമായിട്ട് എല്ലാ അധികാരികൾക്കുമെതിരെയുള്ള താക്കീതായിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു സർഗാത്മക സാഹിത്യകാരനിൽ നിന്നും സാംസ്കാരിക പ്രതിഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമാണ് അവിടെ ശക്തമായിട്ട്
MT വാസുദേവൻ നായർ മുന്നോട്ട് വെച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ശരിയാണ്, തീവ്ര ഹിന്ദുത്വം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരിക്കലും MT വാസുദേവൻ നായർ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിർമാല്യം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ ദാരിദ്ര്യത്തിൽ കുപ്പുകുത്തിയ വെളിച്ചപ്പാട്, തൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രതിഷേധവും തലവെട്ടിപ്പൊളിച്ച് ചോര വായിലേക്ക് എടുത്ത് തുപ്പുന്നത് ഒരു വിഗ്രഹത്തിൻ്റെ മേലേക്കാണ് എന്നുള്ളതാണ്. അപ്പം അത് ഒരിക്കലും അവർക്കൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല, ചില ഹിന്ദുത്വവാദികൾ തന്നെ MTയുടെ തുപ്പൽ എന്ന് പറയുന്നത് വിഗ്രഹത്തിന് മുകളിലല്ല, അദ്ദേഹം ഹിന്ദു സമൂഹത്തെ ഒന്നും കൂടി നവീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതിലെ കുഞ്ഞാലി കഥാപാത്രത്തെയൊക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ട് വാദിക്കുന്നത് അങ്ങനെയാണ്. MT അങ്ങനെയാണ് പറയാൻ ശ്രമിച്ചത്, വളരെ വിദഗ്ധമായിട്ട് പറയാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. അതൊരു നിർമാല്യം ഒരു ഹിന്ദു വിരുദ്ധ സിനിമയെ അല്ല, പക്ഷെ അതൊരു ഹിന്ദു പക്ഷ സിനിമയാണെന്നും കൂടി വാദിക്കുന്ന ഹിന്ദുത്വവാദികളും ഉണ്ട്. ശരിയാണ്, അതിൻ്റെ അകത്ത് എന്താണ് അതിൽ മുസ്ലിം എന്ന് പറയുന്നത് വലിയ ചതി നടത്തുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് സൂചിപ്പിക്കപ്പെടുന്നില്ലേ? അപ്പം അതിന് അങ്ങനത്തെ ഒരു ഹിന്ദു വിരുദ്ധത മാത്രം പ്രഖ്യാപിക്കുന്നതിൽ ഒരു കഥയില്ല. അന്നത്തെ ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മനുഷ്യൻ്റെ കഷ്ടപ്പാടും ദുരിതവും അതേപോലെ തന്നെ ചില മനുഷ്യർ നടത്തുന്നതായിട്ടുള്ള ചതിയുമൊക്കെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം ഊഴത്തിലൊക്കെ അദ്ദേഹം മഹാഭാരതത്തെ പുനർവായന നടത്തുകയാണ് ചെയ്തത്. പിന്നീട് മറ്റ് കേട്ടൊരു വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഴുത്തുകാർക്കും ഈ ദാർശനിക തലം വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. MTക്ക് ദാർശനിക തലമില്ല, അതുകൊണ്ട് MT എന്തോ വൃത്തികെട്ടവനാണ് എന്ന് ചിന്തിക്കുകയും അത്തരം രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ചില മാധ്യമപ്രവർത്തകരും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയാണോ? ദാർശനിക തലം നിർബന്ധമായിട്ടും ഒരു എഴുത്തുകാരന് വേണമെന്നുണ്ടോ? അല്ലേ, ഈ രാഷ്ട്രീയ തലം മാത്രം, ദാർശനിക തലം, രാഷ്ട്രീയ തലം, സാംസ്കാരിക തലം, അങ്ങനെ പല തലങ്ങളും ഇതൊക്കെ ഇവർക്ക് വേണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. അവർ ജീവിതത്തെ കാണുകയും ജീവിതത്തെ അവരുടേതായിട്ടുള്ള വാക്കുകളിലൂടെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും കാണാം. ഇപ്പോൾ കാലം ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ച ഒരു നോവലാണ്. കാലത്തിലെ ഒരു അതിലെ നായകനോട് അതിൽ നായിക പറയുന്ന സുമിത്ര എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഒരു വാചകമുണ്ട്. സേതുവിനെന്നും സേതുവിനോട് മാത്രമേ സ്നേഹമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സേതുമാധവൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ഭയങ്കര സ്വാർത്ഥനാണ്. അയാൾ ഈ പെൺകുട്ടിയെ സ്നേഹിക്കുകയും കുറേ കഴിഞ്ഞ സമയത്ത് അതിനേക്കാൾ സാധ്യതയുള്ള മറ്റൊരു പെൺകുട്ടി കടന്നു വരുമ്പോൾ അയാളിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക് അയാളുടെ പ്രേമം പതുക്കെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് സുമിത്ര ആ വാചകം പറയുന്നത്. എന്താണ് ആ വാചകത്തിൻ്റെ ഒരു അന്തസത്ത? അത് ഫിലോസഫിക്കലല്ലേ ശരിക്കും? ആ ഫിലോസഫിക്കലാണ്. മനുഷ്യനെക്കാലത്തുമുള്ള അവൻ്റെ അഹന്തയും അതേപോലെ തന്നെ അവനവനോടുള്ളതായിട്ടുള്ള ഒരു സ്നേഹം, അതിന് പറയുന്ന ഭാഷ നാർസിസം എന്നാണ് പറയുന്നത്. കാരണം ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥാപാത്രമാണ് നാർസിസ്. തൻ്റെ സ്വന്തം നിഴലിനെ അതിൻ്റെ സൗന്ദര്യത്തെ സ്നേഹിച്ച് ഇരുന്ന് നശിച്ചു പോയ പുഴേരിയിൽ അല്ലെങ്കിൽ നദിക്കരയിലിരുന്ന് മരിച്ചുപോയ കഥാപാത്രമാണ്. നമ്മളൊക്കെ നമ്മളുടെ നമ്മളെയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞൊരു പുസ്തകമായിട്ടാണ് കാലം എന്ന് പറയുന്ന പുസ്തകം. 4 കെട്ടിൽ മഞ്ഞൊക്കെ ഫിലോസഫിക്കലാണ് ശരിക്കും പറഞ്ഞത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് അസുരവിത്ത് എന്ന് പറയുന്നത് അല്ലെ നാരായണൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കാലത്തിന് നേരെ ക്ഷോഭിക്കുന്നതായിട്ടുള്ള പടയാളിയും പോരാളിയുമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ എന്ത് നിങ്ങൾക്ക് തിരിച്ചറിയാത്ത അല്ലെ MT വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാത്ത കുറേ ആളുകൾ MTയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി MTയെ വിമർശിക്കുന്നു എന്നതിനപ്പുറം ഒരു പ്രസക്തിയും അതിനകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിമർശിക്കപ്പെടേണ്ടതാണ്. MTയെ വിമർശിക്കാം, എന്നെ വിമർശിക്കാം, നിന്നെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം. അത് മനുഷ്യരുടെ അവകാശമാണ്, അവർ വിമർശിച്ചോട്ടെ. പക്ഷേ ഈ കഥയില്ലാത്ത വിമർശനങ്ങളായിട്ട് മാറുന്നത് വിമർശനങ്ങൾക്ക് തന്നെ നല്ലതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിമർശിക്കപ്പെടണം, അതിന് കൃത്യമായിട്ട് അടിത്തറയുമുണ്ടാവണം. ഇപ്പോൾ പ്രമീള ടീച്ചർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 11 വർഷക്കാലമുണ്ടായ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രണയമാണ് ശരിക്കും പറഞ്ഞത്. അത് തകർന്നുപോയി. നമ്മളെത്രയോ ഡിവോഴ്സുകളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്ന 11 വർഷം വേണ്ട, 11 ദിവസം കൊണ്ട് ആളുകൾ പരസ്പരം വിവാഹബന്ധം ഏർപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇത് 11 വർഷം കഴിഞ്ഞു, അത് വേർപെട്ടതിന് ശേഷമാണ് അദ്ദേഹം 2ാം വിവാഹം കഴിക്കുന്നത്. അതൊക്കെ തുറന്ന പുസ്തകമല്ലേ, ഓപ്പൺ ബുക്ക് പോലെ കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ
അദ്ദേഹത്തെ പെണ്ണുപിടിയനും അതേപോലെ തന്നെ അദ്ദേഹം വൃത്തികെട്ടവനും പെഡോഫൈലാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള ചില കോഴി വിമർശനങ്ങൾ സ്വഭാവമാണ് അയാൾക്കെന്നൊക്കെ എന്ത് ആർക്കൊന്നും പറയാം, ആരെക്കുറിച്ചും പറയാം. സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കോഴികളാണെന്നൊക്കെ പറയുന്ന രീതികൾ കുറേ കാലത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നമുക്ക് അതുപോലെ പല ആളുകളെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ പല ആക്ഷേപങ്ങളും ആളുകളെക്കുറിച്ചുണ്ടാകാം. ആ ആക്ഷേപങ്ങളൊക്കെ നമ്മൾ അവരെ വിലയിരുത്തുമ്പോൾ എടുത്തു വെക്കേണ്ടത് തന്നെയാണ്. ഇതൊന്നും അപ്പാടെ മുഴുവനായിട്ടും തള്ളിക്കളയേണ്ടതില്ല. അതൊക്കെ കുറേ കാര്യങ്ങളിലേക്ക് ശരികളുണ്ടാകാം. പക്ഷെ ആ ശരികളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകെ ശരിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മെച്ചപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിമർശനങ്ങളൊക്കെ അദ്ദേഹം എഴുത്തിൻ്റെ മേഖലയിൽ പ്രഗത്ഭനും ഒക്കെ ആയിരിക്കാം. പക്ഷേ വ്യക്തി ജീവിതത്തിൽ MT അത്ര ഒരുപാട് കുഴപ്പങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കില്ല ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെ, അങ്ങനെ ഒരു വ്യക്തി ജീവിതവും നന്നാവണം എന്നുണ്ടോ എഴുത്തുകാരൻ്റെ? അല്ലെ, നമ്മൾ വ്യക്തി ജീവിതം നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രതിഭാവിലാസങ്ങൾ എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലും കൂടി കാലൂന്നി നിൽക്കേണ്ടതാണ്. വ്യക്തിയും മെച്ചപ്പെട്ട ആകുന്നതും നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. MT എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്തിട്ട് ഇയാൾ നല്ലതായിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അദ്ദേഹം സംസാരിക്കില്ല. ഇപ്പം മകൾ തന്നെ പറയുന്നത് അദ്ദേഹം വെറുതെ ചാരികസയിൽ കിടന്ന് വീഡിയോ വലിച്ചുകൊണ്ടിരിക്കും, കുറേ നേരം മിണ്ടാതിരിക്കും. എന്ത് ചോദിച്ചാലും അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമാണ്. എപ്പോഴും എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. അതുപോലെ MN കാരശ്ശേരി മാഷ് ഇതിനിടയിൽ പറഞ്ഞത് MT വളരെ കുറച്ച് സംസാരിക്കുകയും സോഷ്യലൈസിങ്ങിൽ അനാവശ്യമായ സംസാരത്തിൽ ഒന്നും ഇടപെടാതെ ഒരു പുസ്തകവുമായിട്ട് കൂടുതലും വായനയ്ക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ സ്പേസിനെ കൂടുതൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന അല്ല. ഇപ്പോൾ ഒരാൾ ജീവിക്കും, ഒരാൾക്ക് പല രീതിയിലും ജീവിക്കാം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ചാനലിലിരുന്ന് ഇങ്ങോട്ടും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും കയറി ഇരുന്ന് ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നുണ്ട് ഇല്ല. പലരും പല മേഖലകളിൽ വ്യാപൃതരാവുകയും ആ മേഖലകളിൽ അവർക്ക് നിർവഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള കഴിവുകൾ പ്രകടമാക്കുകയും ചെയ്യുന്നതാണ്. ചിലത് അസാധാരണമായിട്ടുള്ള രീതിയിൽ ഉന്നതമായ ഒന്നായി മാറിത്തീരുമ്പോൾ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ MT വീരാരാധനയോട് കണ്ട ഒരു കഥാപാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ലൈഫും നമ്മൾ പരിശോധിച്ചതിൻ്റെ ഇടയിൽ വ്യക്തിപരമായിട്ട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫല്ല. വളരെ സാഹസികമായി അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് നേരത്തെ പറഞ്ഞ കാര്യം അവിടെ പ്രസക്തമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുകയും അവസാനം ആത്മഹത്യ ചെയ്യും, വെടിവെച്ച് സ്വയം മരിക്കുകയൊക്കെ ചെയ്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ഞാനൊക്കെ വളരെ 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 ആവേശത്തോട് വായിച്ച പുസ്തകമാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന് പറയുന്നത്, മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടിയെന്ന്. അത് സ്പെയിനിലെ കലാപത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു പ്രതിഫലനമാണ്. സ്പെയിൻ 1936 ജനാധിപത്യത്തിലേക്ക് കടന്നു വരികയും ആ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്ന ലോകത്തെ 3ാമത്തെ ദുഷ്ടൻ അവിടെ അധികാരത്തിൽ വരികയും അദ്ദേഹം ആ സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ തകർക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുർണിക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ബോംബിടുന്നത്. പിക്കാസോ എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ്റെ സ്വന്തം ഗ്രാമമാണ്. അദ്ദേഹം ആ സമയത്ത് പാരീസിലാണ്. ഗുർണിക്ക ബോംബ് ചെയ്യപ്പെട്ടു എന്ന് കണ്ട് അദ്ദേഹം അവിടെ ഓടിയെത്തും. ലക്ഷക്കണക്കിന് മനുഷ്യർ കരിഞ്ഞ് ചാമ്പലായി, കരിഞ്ഞ മാംസത്തിൻ്റെ മണമായിരുന്നു അവിടെ. അവിടെ നിന്ന് കടന്നു വന്നിട്ടാണ് പിക്കാസോ തൻ്റെ സ്റ്റുഡിയോയിൽ കയറി ഗുർണിക്ക എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള യുദ്ധവിരുദ്ധ ചിത്രം രചിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള രീതിയിൽ വൈകാരികമായിട്ട് പ്രക്ഷുബ്ധം ഉണ്ടാക്കിയ ഒന്നായിരുന്നു ഈ സ്പെയിനിലെ അട്ടിമറി എന്ന് പറയും. അതിൽ പങ്കെടുത്ത പ്രമുഖരായിട്ടുള്ള 2 എഴുത്തുകാർ ലോകത്തിന് 2 തരത്തിലുള്ള പുസ്തകങ്ങൾ സംഭാവന. അതിലൊന്നാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന് പറയുന്നത്, മണിമുഴങ്ങുന്ന ആർക്ക് വേണ്ടി എന്ന് പറയും. അത് ഏണസ്റ്റ് ഹെമിംഗ്വേ വിപ്ലവകാരികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകം. ഇതേപോലെ തന്നെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ജോർജ് ഓർവെൽ അതിൽ നിന്ന് ഊർജം നേടി എഴുതിയ പുസ്തകമാണ് അനിമൽ ഫാം എന്ന് പറയുന്നത്. അനിമൽ ഫാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സാഹിത്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമൂഹത്തിനകത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതരത്തിലാണ് എഴുത്തുകാരുടെ മനസ്സിലേക്ക് കടന്നത്. എന്നിട്ട് എഴുത്തുകാർ പ്രവാചക തുല്യമായ രീതിയിൽ അതിനെ അക്ഷരങ്ങളിലേക്ക് പകർത്തുകയും അക്ഷര ലോകത്ത് വലിയ സമുജ്വലമായിട്ടുള്ള മാറ്റത്തിന് കാരണമാക്കുന്ന ഒരു സംവിധാനമാക്കി രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് നമ്മൾ ഏണസ്റ്റ് ഹെമിംഗ്വേ ആയാലും ജോർജ് ഓർവെൽ ആയാലും അതേപോലെ MT വാസുദേവൻ നായരായാലും
അവരുടെ സർഗാത്മകമായ കഴിവുകൾ വിലയിരുത്തുന്നത്. മറ്റതവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും പ്രശ്നങ്ങളൊക്കെയാണ്. അതും ചർച്ച ചെയ്യാം, പക്ഷേ രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ചർച്ച ചെയ്യരുത്. വ്യക്തിപരമായിട്ട് അവരുടെ പോരായ്മകൾ ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളെയും ചർച്ച ചെയ്യാൻ. രണ്ടും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് ആ വ്യക്തിത്വത്തെ നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് പകരമായിട്ടൊന്ന് മാത്രം എടുത്താൽ അത് അപൂർണമായിരിക്കും. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് യഥാർത്ഥത്തിൽ എം ടിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാഹിത്യത്തിൽ, നോവലിൻ്റെ ചെറുകഥയുടെ ഒക്കെ മേഖലയിൽ. ഒരു ഇപ്പോഴത്തെ നമ്മൾ സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് കാണുന്ന പോലെ എം ടീനെ ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പല പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും അറിയപ്പെടാതെ പോയി, ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കാതെ പോയി. എല്ലാവരും ഈ എം ടി എന്ന് പറഞ്ഞ് നല്ല നല്ല എഴുത്തുകാരെ മറന്നു പോകുന്നു എന്നുള്ളൊരു സാഹചര്യം രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വിമർശനങ്ങൾ വരുന്നത്. അങ്ങനെ തന്നെയല്ലേ അതിനെ കാണേണ്ടത്? അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OV വിജയൻ, ഇപ്പോൾ പലവരും എം ടിയെ OV വിജയൻ്റെ ഒന്നും അടുത്ത് പോലും എം ടി എത്തില്ല. OV വിജയനായിരുന്നു എം ടിയുടെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്തേണ്ടിയിരുന്ന ഒരാളെന്ന് ഉന്നയിക്കുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ കണക്കാക്കുന്ന ആളുകളുണ്ടാവും. OV വിജയൻ്റെ തലം വേറെയാണ്, എം ടിയുടെ തലം വേറെയാണ്. എം ടി എന്തുകൊണ്ടാണ് എത്രമാത്രം സെലിബ്രിറ്റിയെ ആയി മാറിയതെന്ന് വെച്ചാൽ അദ്ദേഹം സിനിമയിൽ കൂടി കടന്നു വന്നതാണ്. സിനിമ വലിയൊരു സംഭവമാണ്. ലോകത്ത് ഏതൊരു മനുഷ്യനും അടുത്തെത്താൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന അവൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മീഡിയമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമയിൽ നിങ്ങളെത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശസ്തി എന്ന് പറയുന്നത് അസാധാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻലാൽ എന്തുകൊണ്ട് ഇത്ര പ്രശസ്തനായി, മമ്മൂട്ടി എന്തുകൊണ്ട് പ്രശസ്തനായെന്ന് വെച്ചാൽ സിനിമയാണ്. അതിന് പകരം ഇവർ രാഷ്ട്രീയക്കാരായി മാറിയിരുന്നെങ്കിൽ ഇതേപോലെ ഒരു പ്രഗത്ഭരാകുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. അവർ എഴുത്തുകാരായി മാറിയാൽ ഇതേപോലെ ആവുമോ? അറിയില്ല. ഈ വളരെ രസകരമായിട്ട് എഴുതാൻ കഴിവുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ആയിരിക്കില്ല, അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് മറ്റാരെങ്കിലും ആയിരിക്കാം എഴുതുന്നതിൻ്റെ ബ്ലോഗുകളാണോ? അതെ, പക്ഷേ ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അവർ പക്ഷേ എഴുത്തുകാരെന്നതിലൊക്കെ അല്ല നമ്മൾ കൊണ്ടാടുന്നത്, അല്ലേ? മോഹൻലാലിനെ നമ്മൾ അങ്ങനെയല്ല കൊണ്ടാടുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെ കണ്ടെത്തുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. എം ടിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം ഈ നിർമാല്യം എന്ന് പറയുന്ന സിനിമയിലൂടെ ലോകപ്രശസ്തനായി മാറുന്നത്. എന്ന് 24 വയസ്സോ മറ്റുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യ നോവൽ എഴുതുമ്പോൾ 4-8-25 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രായത്തിൽ ഇത്തരം പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് പിന്നീട് ഈ 91 വയസ്സ് വരെയുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ വലിയ ഒരു ഒരു പ്രശസ്തിയുടെ ഒരു ചക്രവാളം നിർമ്മിച്ചു പോവുകയാണ് ചെയ്തത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ കാര്യം തന്നെയാണ് എം ടിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടതെന്നാണ് എനിക്ക്. അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അയാൾ ജീവിച്ചു. അയാൾ ആരുടെയും മുന്നിൽ തലകുനിച്ചില്ല. ജീവിച്ചിരിക്കുമ്പോൾ തലകുനിക്കാത്തൊരു തന്നെ മരിച്ചതിന് ശേഷം തലകുനിക്കണമെന്ന് വാശി പിടിച്ചിട്ട് എന്ത് കാര്യം? എന്തായാലും മരണശേഷം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം അല്ല അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുന്നത്, അധിക്ഷേപങ്ങളാണ്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത. സോഷ്യൽ മീഡിയക്ക് ഹെൽത്തി ക്യാരക്ടർ വളരെ കുറവാണ്. എന്തായാലും നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അല്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ഇല്ല. ആർക്കും എന്തും പറയാം. എഡിറ്റർ ഇല്ലാത്ത ഒരു ലോകമാണ്, ഒരു പത്രലോകമാണ് ശരിക്കും പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന്. അവിടെ ആർക്കും എന്തും എഴുതാം. അത് ഒരു വശം നല്ലതും മറ്റൊരു ചീത്തയുമാണ്. എന്തായാലും ഈ അധിക്ഷേപങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് സാംസ്കാരിക ലോകത്ത് നിന്ന് വലിയ ആളുകളൊന്നും വന്നിട്ടില്ല. അതിനിടയിലാണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് രംഗത്ത് വന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അവസാനത്തെ വരി ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെയൊന്നും ആ മനുഷ്യൻ വകവെച്ചില്ല, പിന്നെയല്ലേ മരണശേഷം. അതെ, അതാണ് ആ വാചകമാണ് നമുക്ക് നാളെ കോട്ട് ചെയ്യാവുന്നതും അതേപോലെ തന്നെ ചർച്ച ചെയ്യാവുന്നതും.